എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കഞ്ഞിവെള്ളം കൊണ്ടൊരു ഹൽവയാണ്. അതിന് വേണ്ടിയ സാധനങ്ങൾ 2.5 കപ്പ് പാലക്കാടൻ മട്ട അരിയുടെ കഞ്ഞിവെള്ളമാണിത്. ഇത് 2.5 കപ്പുണ്ട്. മെഷർമെൻറ്റ് കപ്പിൻ്റെ 2.5 കപ്പ് കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടി ഞാൻ മധുരത്തിന് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. 500 ഗ്രാം ശർക്കര 1 കപ്പ് കഞ്ഞിവെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഉരുക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടി നെയ്യിൽ വറുത്ത കാഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തേങ്ങാക്കൊത്തും ചേർക്കാം. പിന്നെ 1/2 കപ്പ് അരിപ്പൊടിയും വേണം. മെഷർമെൻറ്റ് കപ്പിൽ 2.5 കപ്പ് കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1/2 കപ്പ് 2.5 കപ്പ് കഞ്ഞിവെള്ളത്തിന് 1/2 കപ്പ് അരിപ്പൊടി മതി. പിന്നെ ആവശ്യത്തിന് നെയ്യ് വേണം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കഞ്ഞി വെള്ളത്തിലോട്ട് ഈ 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുവാണ്. നന്നായിട്ട് കൂട്ടിയിളക്കുക. ഇനി നമുക്കിത് ഒരു അരിപ്പയിൽ അരിച്ചിട്ടാണ് നമ്മൾ കഞ്ഞിവെള്ളം ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. അരിപ്പയിൽ ഇത് അരിച്ചെടുക്കണം. ഇനി നമുക്കിത് ഹൽവയാക്കാം. ഇനി നമുക്കിത് ഒരു പാനിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുകണം. ഒരു 10 മിനിറ്റ് മതിയായിരിക്കും കുറുകാനായിട്ട്. ഒരു മീഡിയം തീയിലിടുക. കൈവിടാതെ ഇളക്കി കൊടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഹൽവ. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. ഇപ്പം കുറുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകിയിട്ടുണ്ട്. കണ്ട, കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. കുറച്ച് മതി, കാരണം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ 2 ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുവാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കളർ കിട്ടാനായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇപ്പം ഞാൻ ശർക്കര പാനി ആണ് ഒഴിക്കാൻ പോകുന്നത്. ഇത് ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്ത ശർക്കരയാണിത്. നന്നായിട്ട് ഇളക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. 20 മിനിറ്റായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് തന്നിട്ടുണ്ട്. ഇതല്ല ഇതിൻ്റെ പരുവം. കുറുകി ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഇതിലോട്ട് കാഷ്യൂ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്താണല്ലോ, നിങ്ങൾക്ക് നെയ്യ് വറുക്കാം കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുവാണ്. നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിനകത്തുനിന്ന് അതായത് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടി തെറിക്കുന്നുണ്ട്. അപ്പം ദേഹത്ത് വീഴാതെയൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഫ്രൈ പാനിൽ ഇത് ചെയ്യുവാൻ ഏറ്റവും നല്ലത്. കാരണം വെള്ളം അബ്സോർവ് ആയിപ്പോവും. കുഴിയുള്ള പാത്രത്തിനേക്കാളും ഫ്രൈ പാനിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ കുഴിയുള്ള പാത്രത്തിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് താമസം എടുക്കും ഒന്ന് കുറുകാനായിട്ട്. അപ്പം നിങ്ങൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതാ പരുവം. കണ്ടോ, ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് പരുവം. കണ്ടോ, വിട്ട് വരുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഹൽവയുടെ പരുവം. കണ്ടോ, ഈ പരുവാകുന്ന വരെ ആകുമ്പം നിങ്ങൾ തീ ഓഫ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗളിലോട്ട് ഞാനിത് ഒഴിക്കാൻ പോവാണ്. അതിനകത്തോട്ട് ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ച് ഇടാൻ വേണ്ടിയിട്ട് സൗകര്യമായിട്ട് ആണ് ഇത് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കാഷ്യൂ ഇങ്ങോട്ട് ഇടുവാണ്. നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഇടുവാണ്. എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കമത്താം. ഇപ്പം ചൂടായതുകൊണ്ടാണ് ഇതിപ്പം നെയ്യ് എടുത്തതാണ്. അപ്പോഴത്തേക്ക് അത് എല്ലാം ഇങ്ങനെ ഓരോ സൈഡും പ്രസ് ചെയ്യുക, ഒരുപോലെ ആക്കി വെക്കാം. ഇതിനി ഒരു 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം അതേ 1 അവർ ആയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ട് മാറ്റുവാണ്.
കണ്ട നല്ല രുചികരമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.